ശഅബാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ ശഅബാൻ നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആഫിയത്ത്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ബറക്കത്തൊക്കെ തീരുമാനിക്കപ്പെടുന്ന രാവ് ശഅബാൻ, ബറാഅത്തിൻ്റെ രാവ്. ശഅബാൻ 15 നോമ്പ് എന്ന് പറഞ്ഞ് ഒരു നോമ്പ് മാത്രമല്ല, ശഅബാൻ 13, 14, 15 ചേർത്ത് പിടിക്കുന്നവരുടെ പുണ്യമാണ് എഴുതിയാലും പറഞ്ഞാലും ഒടുങ്ങാത്തത്. കാരണം കൃത്യമായി എല്ലാ മാസത്തെയും പിന്നെ നോമ്പ് പിടിച്ചു എന്ന് വരുന്നവർക്ക് ശഅബാൻ 15 പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര പ്രതിഫലമാണ്. പക്ഷേ അതെങ്കിലും ഒഴിവാക്കാതെ, 15എങ്കിലും ഒഴിവാക്കാതെ ബറാഅത്തിൻ്റെ നോമ്പ് തീർച്ചയായിട്ടും പിടിക്കണം. വളരെയേറെ ശ്രേഷ്ഠതയുള്ള അന്നാണ്. നമുക്കറിയാം, നമ്മുടെ സഹോദരിമാരൊക്കെ പഴയകാലം മുതലേ കൃത്യമായും യാസീൻ നിയ്യത്ത് ചെയ്ത് പാരായണം ചെയ്യുന്നത്. 3 യാസീൻ അന്നത്തെ ദിവസത്തേക്ക് മാത്രം. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികൾ മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, അവർക്കൊക്കെ വേണ്ടി നിയ്യത്ത് ചെയ്യണം. പിന്നീട് നമ്മുടെ ആയുസ്സിന് വേണ്ടി, നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി, പിന്നീട് നമ്മുടെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ബറാഅത്തിൻ്റെ രാവിൽ ഈ 3 യാസീൻ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഓതണം. ഇനി കുറച്ച് ദിവസം മാത്രം. ഈ അവസരോചിതമായി അൽ ജവാബ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ വിജ്ഞാനം നിങ്ങളിൽ നിന്നൊരു വലിയ പ്രാർത്ഥന ഞങ്ങൾക്ക് കൂടി കിട്ടാൻ വേണ്ടിയാണ്. മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണം, നിങ്ങളും നോമ്പെടുക്കണം, മറക്കരുത്.